ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണിത്. നമ്മളിന്നിത് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക് സീരീസിലെ പാർട്ട് 1 ആണ്. ഇതിലെ 20 PYQ ചോദ്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം, IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ ഓർ കോഡുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. ഓപ്ഷൻ എ സെക്ഷൻ 43, ഓപ്ഷൻ ബി സെക്ഷൻ 65, സെക്ഷൻ 66, സെക്ഷൻ 70. ഓപ്ഷൻ ബി സെക്ഷൻ 65 ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? ഓപ്ഷൻ എ സെക്ഷൻ 63, ഓപ്ഷൻ ബി സെക്ഷൻ 72, ഓപ്ഷൻ സി സെക്ഷൻ 66, ഓപ്ഷൻ ഡി സെക്ഷൻ 74. ഓപ്ഷൻ സി ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം ഏത്? പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1992, ഓപ്ഷൻ ബി 1972, ഓപ്ഷൻ സി 2002, ഓപ്ഷൻ ഡി 2012. ഓപ്ഷൻ എ 1992 ഉത്തരം. എന്താണ് NTFP? എന്താണ് NTFP? ഓപ്ഷൻ എ കടുവകളിൽ ഉണ്ടാകുന്ന ഒരു അസുഖം, ഓപ്ഷൻ ബി തടിയിതര വനോൽപ്പന്നങ്ങൾ, ഓപ്ഷൻ സി വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സംഘടന, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം, തടിയിതര വനോൽപ്പന്നങ്ങൾ. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ഓപ്ഷൻ എ കേരള ഫോറസ്റ്റ് ആക്ട് 1961, ഓപ്ഷൻ ബി വന്യജീവി സംരക്ഷണ നിയമം 1972, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, മുകളിൽ പറഞ്ഞതൊന്നുമല്ല. കേരള ഫോറസ്റ്റ് ആക്ട് 1961 ആണ് ഉത്തരം. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി, ഓപ്ഷൻ ബി വനമേധാവി, ഓപ്ഷൻ സി ചീഫ് സെക്രട്ടറി, ഓപ്ഷൻ ഡി വനമന്ത്രി. ഓപ്ഷൻ എ മുഖ്യമന്ത്രിയാണ് ഉത്തരം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഓപ്ഷൻ എ കാസർഗോഡാണ് ഉത്തരം. ഗിംബി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഗിംബി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ബാംഗ്ലൂർ, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ചെന്നൈ. ഓപ്ഷൻ ഡി ചെന്നൈ ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ വരയാട് മൂന്നാറിൽ മാത്രമേ കാണപ്പെടുന്നു. ഓപ്ഷൻ ബി വരയാട് ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നു. ഓപ്ഷൻ സി വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ചൂലന്നൂർ, ഓപ്ഷൻ ബി തട്ടേക്കാട്, ഓപ്ഷൻ സി ആറളം, ഓപ്ഷൻ ഡി ചെന്തുരണി. ഓപ്ഷൻ എ ചൂലന്നൂരാണ് ഉത്തരം. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1927, ഓപ്ഷൻ ബി 1986, ഓപ്ഷൻ സി 1972, ഓപ്ഷൻ ഡി 1980. ഓപ്ഷൻ ബി 1986 ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? താഴെ പറയുന്നവയിൽ
പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ഓപ്ഷൻ എ സാൽ, ഓപ്ഷൻ ബി ചെങ്കുറിഞ്ഞി, ഓപ്ഷൻ സി പൈൻ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഓപ്ഷൻ ബി ചെങ്കുറിഞ്ഞി ആണ് ഉത്തരം. താഴെ പറയുന്നതിൽ കടുവ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത്? താഴെ പറയുന്നതിൽ കടുവ സങ്കേതമില്ലാത്ത സ്ഥലം ഏത്? ഓപ്ഷൻ എ തേക്കടി, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി പറമ്പിക്കുളം, ഡി മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഓപ്ഷൻ ബി വയനാടാണ് ഉത്തരം. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ഓപ്ഷൻ എ നീലത്തിമിംഗലം, ഓപ്ഷൻ ബി തിമിംഗല സ്രാവ്, ഓപ്ഷൻ സി ഡോൾഫിൻ, ഓപ്ഷൻ ഡി തിരണ്ടി. ഓപ്ഷൻ ബി തിമിംഗല സ്രാവാണ് ഉത്തരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഡെറാഡൂൺ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി ഭോപ്പാൽ, ഓപ്ഷൻ ഡി മുംബൈ. ഉത്തരം ഓപ്ഷൻ സി ഭോപ്പാലാണ്. ഭീമൻ പാണ്ട അഥവാ ജെയിൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? ഓപ്ഷൻ എ WWF, ഓപ്ഷൻ ബി IUCN, ഓപ്ഷൻ സി സൈറ്റിസ്, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നുമില്ല. ഓപ്ഷൻ എ WWF ആണ് ഉത്തരം. താഴെ പറയുന്നതിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ കേരളത്തിലെ വിദേശ സസ്യം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആഞ്ഞിലി, ഓപ്ഷൻ ബി അക്കേഷ്യ, ഓപ്ഷൻ സി യൂക്കാലിപ്റ്റസ്, ഓപ്ഷൻ ഡി കാറ്റാടി. ഓപ്ഷൻ എ ആഞ്ഞിലിയാണ് ഉത്തരം. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ഓപ്ഷൻ എ പരിസ്ഥിതി സംരക്ഷണ നിയമം, ഓപ്ഷൻ ബി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ഓപ്ഷൻ സി വന്യജീവി സംരക്ഷണ നിയമം 1972, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതൊന്നുമല്ല. ഓപ്ഷൻ ബി ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ആണ് ഉത്തരം. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനമേത്? താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനമേത്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി കർണാടക. ഓപ്ഷൻ സി ഉത്തർപ്രദേശാണ് ഉത്തരം. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ഓപ്ഷൻ എ കനോളി, ഓപ്ഷൻ ബി NR നായർ, ഓപ്ഷൻ സി ബോർഡോലിൻ, ഓപ്ഷൻ സി ബോർഡിലോൺ, ഓപ്ഷൻ ഡി രാമറാവു. ഓപ്ഷൻ ഡി ബോർഡിലോൺ ആണ് ഉത്തരം.